തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൃത്യമായും പ്രതിഫലിച്ച ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും തഴുകിയും തലോടിയുമുള്ള ബഡ്ജറ്റ്. സർക്കാരിൻ്റെ സമയത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തവർ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പണിമുടക്കിയവർ, അങ്ങനെ തുടങ്ങി എല്ലാവരെയും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവർക്കൊക്കെ ആശ്വാസം പകർന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. ആശാ വർക്കർമാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഒപ്പം സർക്കാർ ജീവനക്കാർ, DA പ്രശ്നം, ശമ്പള വർധന, അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ സമയത്ത് ഉയർന്നു വന്നെങ്കിലും ആ വിഷയങ്ങളൊക്കെ തന്നെ ഈ ബഡ്ജറ്റിലൂടെ ഫലം കാണുന്ന തരത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം ഏകദേശം 200 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാം കണ്ടതാണ്. രാഷ്ട്രീയത്തിനുമപ്പുറം അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ ആ സമരം ആദ്യഘട്ടത്തിൽ സർക്കാർ പോലും അവഗണിച്ച് തള്ളിയെങ്കിലും പിന്നീട് ആ സമരം ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കണ്ടു. പക്ഷേ അന്നൊന്നും ഒരു പ്രഖ്യാപനം പോലും ഈ സർക്കാർ നടത്തിയില്ല അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അത് ബഡ്ജറ്റിൽ 1000 രൂപയായി ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറിയൊരാശ്വാസം അവർക്ക് ലഭിക്കുമെങ്കിലും ആ 1000 രൂപയ്ക്ക് പിന്നിൽ ആ 1000 രൂപ നൽകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അത് സഹായകരമായി മാറും എന്നുള്ളത് ഉറപ്പുമാണ്. ആ വഴിക്ക് അങ്ങനെ ആശാ വർക്കർമാരിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന പ്രതിഷേധത്തെ ചെറിയ തോതിൽ തണുപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു. അതിന് കൃത്യമായൊരു നീക്കം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ ധനമന്ത്രിയുടെ രാഷ്ട്രീയം അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വേറൊരു തരത്തിൽ വ്യക്തമാണ്. അതായത് DA കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടാനുള്ള DA കുടിശ്ശിക നൽകാൻ എടുത്ത തീരുമാനം, വിവിധ സംഘടനകൾ, NGO യൂണിയൻ്റെ ഭരണപക്ഷ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളുമൊക്കെ ഒരുപോലെ ആവശ്യപ്പെട്ടതായിരുന്നു DA കുടിശ്ശിക. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ ആദ്യ കുടിശ്ശികയും ആദ്യ ഗഡുവും മാർച്ചോടുകൂടി മുഴുവൻ കുടിശ്ശികയും നൽകുമെന്ന് പറയുമ്പോൾ അത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് എന്ന് അവരുടെ സംഘടനകൾ തന്നെ പറയുന്നു. പക്ഷേ പ്രതിപക്ഷ സംഘടനകളും അതിനോടൊപ്പം ചേർന്ന് കൈയടിക്കുകയാണ്. കാരണം അവരെല്ലാം ആവശ്യപ്പെടുന്നത് DA വർധനയായിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഒരു പടി കൂടി കടന്നവർ കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായിരുന്നു ശമ്പള വർധന. അതിനുവേണ്ടി 12ാം ശമ്പള വർധന കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശമ്പള കമ്മീഷൻ പഠിക്കുന്നതിന് വേണ്ടി 3 മാസം സമയം, അതായത് തിരഞ്ഞെടുപ്പിനും വളരെ മുമ്പേ തന്നെ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തപ്പെടും. അതും ആശ്വാസം പകരുന്നു സർക്കാർ ജീവനക്കാർക്ക്. ഇങ്ങനെ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്ക് ജയിക്കുവാൻ പ്രാപ്തമായ തരത്തിൽ വോട്ട് ഏതെല്ലാം ഭാഗത്തുനിന്ന് കിട്ടുമോ ആ ഭാഗത്തെയെല്ലാം വലിയ തരത്തിൽ സഹായിക്കുന്ന രീതിയിലുള്ളൊരു നീക്കം ധനമന്ത്രിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ആണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പുതിയതായി ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല. രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന കൂടിയുണ്ട്. ഇതൊരു രാഷ്ട്രീയ ബഡ്ജറ്റാണ്, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ വലിയ തരത്തിലുള്ള ആരോപണം. പക്ഷേ ആ ആരോപണങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് സമർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിലാണ് അവർ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി പറഞ്ഞു വെക്കുന്നത്. കാരണം അഷുറൻസ് പെൻഷൻ പദ്ധതി നേരത്തെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് അതിൻ്റെ പുനഃപ്രഖ്യാപനം ഒരിക്കൽ കൂടി അത് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു പുതുമയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയുടെ പിന്നിലെ രാഷ്ട്രീയം അതിന് പുതുമയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും അതിൻ്റേതായ രീതിയിൽ എതിർക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നു. പക്ഷേ അതുകൊണ്ടുള്ള നേട്ടം വലിയ തരത്തിലാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇടതു സർക്കാരും ധനവകുപ്പും ധനമന്ത്രിയുമൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് വിഹിതം അല്ലെങ്കിൽ ഒരു തുക ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, അവരുടെ ഊരുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉന്നതികളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡുകളുടെ പ്രശ്നം, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കുടിവെള്ള പ്രശ്നം, അവരുടെ പാർപ്പിട പ്രശ്നം, അവരുടെ അല്ലെങ്കിൽ അവർ വന്യജീവികളുമായി അവർ നേരിടുന്ന, അല്ലെങ്കിൽ അവരും വന്യജീവികളുമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷം വഴി നഷ്ടപ്പെടുന്ന ജീവനുകളുടെ പ്രതിസന്ധി, ഇപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ബഡ്ജറ്റിൽ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ആ മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ പ്രയോജനം ചെയ്യും, ഗുണം ചെയ്യും. പക്ഷേ ഇത് എത്ര കണ്ട്
ഈ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാകും അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കപ്പെടും എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം. ആ മന്ത്രിസഭ വരുമ്പോഴേക്കും മറ്റൊരു ബഡ്ജറ്റുമായി വരുമോ, അങ്ങനെയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമായിട്ടുണ്ട്. എന്തായാലും എല്ലാ മേഖലകളെയും തൊടുമ്പോഴേക്കും ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റിൽ എന്തായാലും വോട്ട് കൂട്ടുക അല്ലെങ്കിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾക്ക് പിന്നിലുണ്ടാവും. അത്തരത്തിൽ ഒരു നീക്കവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം സമസ്ത മേഖലയെയും തൊട്ടു തലോടിയിരിക്കുന്നു എന്ന് പറയാം. കാരണം പാചക തൊഴിലാളികൾക്ക് കൂലി വർധനയുണ്ട്, അങ്ങനെ തുടങ്ങി ആരോഗ്യ മേഖലയിൽ എല്ലാവർക്കും പരിരക്ഷ നൽകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആരോഗ്യ മേഖലയിൽ സഹായം, അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ, അതുപോലെ സഹകരണ മേഖലയിലുള്ള ആളുകൾക്ക് മെഡിസപ്പ് പോലുള്ള പദ്ധതി, അങ്ങനെ എല്ലാ മേഖലകളിലെയും വോട്ടുകളെ സമാഹരിച്ചൊപ്പം നിർത്തുന്നതിന് വേണ്ടി കൃത്യമായൊരു നീക്കം ധനമന്ത്രിയുടെ ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിൽ ഒരു പുതുമയുമില്ല, അത് വെറും ഒരു രാഷ്ട്രീയ ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്.